ഇനി ഇത് ഈ ഒരു ഡയഗ്രാം ഞാൻ പറഞ്ഞു, ഇത് മൂന്നും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആഡ് സെർവർ എന്താണ്, മാർക്കറ്റിംഗ് അനലിറ്റിക്സ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, മൂന്നും നിങ്ങൾക്കറിയാം. പക്ഷെ ഇതിൽ എവിടെ നിന്നാണ് ഇതിന്റെ ഈ ഒരു സർക്കിൾ, ഈ ഒരു സൈക്ലിക് ആക്ഷൻ, ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? വാട്ട് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഓൾ ദീസ്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? It all starts with digital marketing. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയ ഇല്ലെങ്കിൽ ഈ ആഡ് സെർവർ ഡേറ്റയുടെ പ്രശ്നം വരുന്നില്ല, മാർക്കറ്റിംഗ് അനലിറ്റിക്സിന്റെ ആവശ്യവും ഇല്ല. ഓക്കെ, അപ്പൊ എവറിതിങ് സ്റ്റാർട്ട്സ് വിത്ത് ദിസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് എന്ത് ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിനൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് ഇന്ന് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റത്തില്ല. അതായി ഇപ്പോഴത്തെ, ബിക്കോസ് എവ്രി വൺ ഇസ് ഓൺ ടു ദ മൊബൈൽ ഓർ ലാപ്ടോപ്പ്, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മള്. സോ ക്വിക്ലി ആക്സസിബിൾ ആണ് എല്ലാവർക്കും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. അപ്പൊ അതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒഴിവാക്കിയിട്ട് ഉള്ള ഒരു സംഗതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. സോ ദാറ്റ് ഇസ് എ റീസൺ വൈ ഈ പറയുന്ന ഈ ബിഗ് കമ്പനീസ് ആർ ഗോയിങ്, അവർക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിങ് ഉണ്ട്. ഇപ്പൊ പെപ്സി കമ്പനിക്ക് അവർക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിങ് ഉണ്ട്, അല്ലെങ്കിൽ അവരത് ഒരു ആഡ് ഏജൻസിയുടെ അടുത്ത് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഞങ്ങളുടെ പ്രോഡക്റ്റിന് മാർക്കറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ നെവർ തിങ്ക് ഓഫ് എനി ബ്രാൻഡ് without a digital marketing platform. So they will always have this. ഇനി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ളിടത്തോളം കാലം there will be an ad server data. നമ്മുടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എല്ലാ ഡേറ്റയും, എല്ലാ ആഡുകളുടെ ഡേറ്റയും നമ്മുടെ ആഡ് സെർവറിൽ പോയി സ്റ്റോർ ആകും. ആ സ്റ്റോർ ആകുന്ന ഇൻഫർമേഷൻ ഈ മാർക്കറ്റിംഗ് കമ്പനി, അനലിറ്റിക്സ് കമ്പനികൾ അത് വാങ്ങിക്കും ഫ്രം ദീസ് ആഡ് സെർവേഴ്സ്. എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ഇന്റലിജൻസ് ഇൻസൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻസൈറ്റ്സ്, അനലിറ്റിക്സ് കമ്പനീസ് കൊടുക്കുന്ന ഇൻസൈറ്റ്സ്. വാട്ട് ആർ ദീസ് ഇൻസൈറ്റ്സ്? ഓക്കെ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സപ്പോസ് ഐ ഹാവ് ABC ക്യാമ്പയിൻ ആൻഡ് ആ ABC ക്യാമ്പയിൻ ഞാൻ കേരള ലൊക്കേഷനിൽ ഇട്ട് റൺ ചെയ്തു. കേരള ലൊക്കേഷൻ, അപ്പൊ എന്റെ പ്രോഡക്റ്റ് ഞാൻ പറയുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഞാൻ എന്റെ ഈ വെബ്സൈറ്റിലെ എന്റെ ആഡുകൾ മുഴുവൻ ഞാൻ കേരള റീജിയന് വേണ്ടിയാണ് എന്റെ ആഡ് മുഴുവൻ റൺ ചെയ്തത്. ആ ക്യാമ്പയിൻ കണ്ടവരെല്ലാവരും സ്കൂൾ സ്റ്റുഡൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഏജ് ഗ്രൂപ്പ് ട്രാക്ക് ചെയ്ത് വന്നപ്പോ എല്ലാം 15 to 20 ഇയേഴ്സിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ അനലൈസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി, ഐ ഹാവ് ടു ടെൽ ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ദാറ്റ് യുവർ ആഡ് വാസ് സീൻ ബൈ group of 20-15 years people, and that's the reason why your product was not sold over the last few months. So ഇങ്ങനെയുള്ള ഇന്റലിജന്റ് ഇൻഫർമേഷൻ, ഇതുകൊണ്ടാണ് ഇത് ശരിയാകാത്തത്. അല്ലെങ്കിൽ വാട്ട് യു ഷുഡ് ഡു ടു ഒപ്റ്റിമൈസ് യുവർ, അങ്ങനെയുള്ള കീ പോയിന്റ്സ് വിച്ച് ഹെൽപ്പ് ദം ടു സ്പെൻഡ് ദെയർ ഡിജിറ്റൽ ബഡ്ജറ്റ് ബെറ്റർ. അതാണ് ഈ ബിസിനസ് ഇന്റലിജൻസ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്, വിച്ച് വിൽ ഹെൽപ്പ് ടു ഓപ്റ്റിമൈസ് ദെയർ ക്യാമ്പയിൻസ്. ഒരു 100 രൂപ ചെലവാക്കുന്നത് നല്ല രീതിയിൽ ചെലവാക്കാം, ചീത്ത രീതിയിലും ചെലവാക്കാം. സെയിം വേ നമ്മൾ ചെയ്യുന്ന ആഡ് ഏറ്റവും നല്ല രീതിയിൽ നല്ല ആളുകളുടെ അടുത്ത് പോയി കണ്ടാൽ മാത്രമേ അതിന് കൺവേർഷൻ നമുക്ക് കിട്ടുള്ളൂ. ആവശ്യമില്ലാത്തടത്ത് കൊണ്ടുപോയി ആഡ് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ ദോസ് കൈൻഡ് ഓഫ് ഇന്റലിജന്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ഈ അനലിറ്റിക്സ് കമ്പനിക്കാര്, ഏജൻസി, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ദാറ്റ് ഈസ് എ റോൾ ഓഫ് മാർക്കറ്റിംഗ് അനലിറ്റിക്സ് ഈ അരേനയിൽ. I hope I'm clear until now. Can you give me a thumbs up if you are with me till now? I assume it is fine. ഇനി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും ഈ അനലിറ്റിക്സ് ഏതൊക്കെ കമ്പനികളാണ് ഈ അനലിറ്റിക്സ് കമ്പനി, ലോകത്തിലെ അനലിറ്റിക്സ് കമ്പനികൾ നമ്മളൊന്നും കേട്ടിട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് പറഞ്ഞല്ലോ EY ഒരു ഡേറ്റ ആൻഡ് അനലിറ്റിക്സ് വിങ് ഉണ്ട്. They do a lot of analytics. ഇതിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനലിറ്റിക്സ്, അതല്ലാണ്ട് വേറെ കുറെ ഡേറ്റയും വെച്ച് നമ്മൾ അനലിറ്റിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൂഗിൾ
ഗൂഗിൾ നിങ്ങൾക്കറിയാം ഏറ്റവും ഹ്യൂജ് സെർച്ച് എഞ്ചിൻ ആണ്, ലോകത്തിലെ എല്ലാവരും ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ ആണ്. സോ ഡെഫിനറ്റ്ലി ദേ ഹാവ് ദെയർ ഓൺ ആഡ് സെർവർ. അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന എല്ലാ ആഡുകളുടെ ഇൻഫർമേഷനും അവർക്ക് അവരുടെ ആഡ് സെർവർ ഉണ്ട്. ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ആഡ് സെർവർ ഉണ്ട്. ആഡ് സെർവറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന എല്ലാ ആഡിന്റെയും നിങ്ങളുടെയും ഇൻഫർമേഷൻ ആ ആഡ് സെർവറിൽ പോയി സ്റ്റോർ ആകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. സോ ഗൂഗിൾ അവർക്ക് ഒരു അനലിറ്റിക്സ് വിങ് ഉണ്ട്. നീൽസൺ എന്ന് പറയുന്നത് കൊച്ചിയിലുള്ള ഒരു കമ്പനിയാണ്. ഐ വാസ് പ്രീവിയസ്ലി വർക്കിംഗ് ദേ. നീൽസൺ ഇറ്റ്സ് എ അവര് once they were the number 1 അനലിറ്റിക്സ് കമ്പനി ഇൻ ദ ഹോൾ വേൾഡ്. നീൽസൺ അങ്ങനത്തെ ഒരു കമ്പനിയാണ്. മാർക്കറ്റ് ഷെയർ ഇതൊക്കെ കോമ്പറ്റീറ്റേഴ്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോമ്പറ്റീറ്റേഴ്സ് ആണ് ഇവര് ഈ പറയുന്ന കമ്പനീസ് എല്ലാം. സോ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസ് ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്നത്. ആക്സെഞ്ചർ കുറെ IT ഭീമന്മാർ ഈ ഏരിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ, സോ ദിസ് വാസ് ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഇനി എന്തൊക്കെ നമ്മളിപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും, നമ്മൾ ഇപ്പൊ ചോദിക്കാൻ ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ ഈ അനലിറ്റിക്സ് കമ്പനിയിലൊക്കെ എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് ഒക്കെ പറഞ്ഞത്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു നമ്മള് ഡേറ്റ CSV ഫയൽസ് അല്ലെങ്കിൽ TSV ഫയൽസ് അല്ലെങ്കിൽ വേർഡ് ഫോർമാറ്റ് അല്ലെങ്കിൽ PDF ഫയൽസ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഡേറ്റ കിട്ടുന്നത്. അപ്പൊ ഈ ഡേറ്റ നമുക്ക് ഈ ഫയൽസ് നിന്ന് കിട്ടുന്ന ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതൊരു ഡേറ്റാബേസിലോട്ട് നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുന്നതിന് അതിൻ്റെതായ ടെക്നിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല, ബിക്കോസ് ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു പുട്ട് യു പീപ്പിൾ ഇൻ ട്രബിൾ. അപ്പം ഞാൻ അതൊന്നും പറയുന്നില്ല. ബട്ട് ഞാൻ ജസ്റ്റ് പറയാം, കുറച്ച് ഡേറ്റാബേസസ് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഡേറ്റാബേസസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ പറഞ്ഞ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് യു ക്യാൻ സീ, ഡേറ്റാബേസ് ഒറാക്കിൾ, പിന്നെ നെറ്റിസ, ഹൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഡേറ്റാബേസിൽ. ഈ ഡേറ്റാബേസിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ കഴിഞ്ഞാൽ നമ്മളൊരു ഒരു SQL ലാംഗ്വേജിൽ നമ്മൾ ആ ഡേറ്റ റിട്രീവ് ചെയ്ത് നമ്മൾ അതിനെ പ്രോസസ് ചെയ്യും. SQL എന്നാണ് പറയുക, SQL ക്വറി ലാംഗ്വേജ്, SQL എന്ന് പറയും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബേസിക്സ് ഒക്കെ അറിയുന്ന ആളായിരിക്കും. സെലക്ട് സ്റ്റാർ ഫ്രം എ ടേബിൾ, ആ ടേബിളിന്റെ പേര് അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ ബേസിക്സ് ഒക്കെ അറിയുന്നുണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒരു ബേസിക്സ് മാത്രം. അങ്ങനെയുള്ള പലതരമുണ്ട്. ഇതിപ്പം ഇതൊക്കെ സാധാരണ ട്രഡീഷണൽ ഡേറ്റാബേസസ് ആണ്. ഇനി നമുക്ക് കിട്ടുന്ന ഡേറ്റയുടെ രീതി അല്ലെങ്കിൽ വോളിയം, ഞാൻ പറഞ്ഞില്ലേ 3 V's ഓഫ് ഡേറ്റ, വെറൈറ്റി ഓഫ് ഡേറ്റ, വോളിയം ഓഫ് ഡേറ്റ, പിന്നെ വെലോസിറ്റി ഓഫ് ഡേറ്റ. ഇതൊക്കെ അനുസരിച്ച് നമ്മൾ ഈ ഡേറ്റാബേസ് മാറ്റി കൊടുക്കണം. കാരണം ഓരോ ഡേറ്റാബേസിനും അതിൻ്റെതായ ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. ചില ഡേറ്റാബേസിന് ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ കൂടുതൽ ഡേറ്റ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കുറെ സെർവറുകളിലായിട്ട് സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ പല പല രീതികളുണ്ട് അതിന്. അതൊക്കെ അതിന്റെ എന്താ പറയാ, അതിന്റെ ടെക്നിക്കൽ സൈഡാണ്. അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. പക്ഷെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇങ്ങനത്തെ കുറെ ഡേറ്റാബേസസ് ഉണ്ട്. പല രീതിക്ക് പല തരത്തിലുള്ള ഡേറ്റാബേസ് നമ്മൾ ഉപയോഗിക്കും. ബിഗ് ഡേറ്റയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഹൈവ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ബിഗ് ഡേറ്റ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഡേറ്റ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഡേറ്റ വരുന്നതെന്ന് വിചാരിക്കുക, ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ ഹൈവ്, ഹഡൂപ്പ് ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ഡേറ്റ ടെക്നോളജീസ് ആണ് അതൊക്കെ. അങ്ങനെയുണ്ട്. പിന്നെ സ്നോഫ്ലേക്ക്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഡിപ്പെൻസ്, ഓക്കെ, ബേസ്ഡ് ഓൺ ദ കൈൻഡ് ഓഫ് ഡേറ്റ യു ആർ റിസീവിങ് ഫ്രം യുവർ ക്ലയന്റ്. പിന്നെ ഈ ഡേറ്റ നമ്മൾ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ ഒരു സ്ലൈഡ് വന്നപ്പം കാണിക്കാതെ, ഈ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ഈ അനലിറ്റിക്സ് കമ്പനികൾക്ക് ബിസിനസ് ഇന്റലിജന്റ് ഇൻസൈറ്റ്സ് കൊടുക്കുന്നു ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ്. അപ്പം അത് എന്ത് ടൈപ്പ് ഓഫ് ഇൻസൈറ്റാ കൊടുക്കുന്നത്? ഹൗ ഡു വി ഗിവ് ദീസ് ഇൻസൈറ്റ്സ്? എന്ത് ഫോമിലാ കൊടുക്കുന്നത്? ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുമോ? അതോ യു മൈറ്റ് ബി തിങ്കിങ് വാട്ട് കൈൻഡ് ഓഫ് ഇൻസൈറ്റ്സ്, ഹൗ ദേ ആർ പ്രൊവൈഡിങ് ഇറ്റ് ടു ദ
ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. നമ്മൾ ജസ്റ്റ് ഫോൺ ചെയ്താണോ പറഞ്ഞു കൊടുക്കുന്നത്, അതോ എഴുതി ഇമെയിൽ അയച്ചാണോ പറഞ്ഞു കൊടുക്കുന്നത്? ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ. സോ സാധാരണ രീതിയിൽ നമ്മള് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ നമ്മള് എക്സൽ ഷീറ്റിൽ ഇങ്ങനത്തെ റിപ്പോർട്ട്സ് ആയിട്ട് കൊടുക്കും. സോ അവർക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ലെങ്കിലും ഇത് ശരിക്കും ബിസിനസ് അറിയുന്നവർക്ക് അത് കാണുമ്പോൾ അവർക്ക് കുറെ മനസ്സിലാവും. ഓക്കെ, ഇന്ന സാധനത്തിന് ഇന്ന പ്രശ്നം ഉണ്ടെന്നുള്ളത് അവർക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതുപോലെ എന്താ പിന്നെ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മള് വിഷ്വലൈസേഷൻ. അതായത് ഒരു നമ്മളിപ്പോ കുറെ ഗ്രാഫും ചാർട്ടൊക്കെ കണ്ടിട്ടില്ലേ, ഇതുപോലെ. ഓക്കെ, ഈ ഒരു രീതിയിൽ ഇങ്ങനത്തെ കുറെ അപ്പൊ അവർക്ക് ജസ്റ്റ് ഇത് വിഷ്വലൈസേഷൻ ആകുമ്പോൾ അവർക്ക് നോക്കുമ്പോൾ അറിയാം, ഓക്കെ ഇത് കുറഞ്ഞുണ്ടല്ലോ, ഇത് കൂടിയുണ്ടല്ലോ, പെട്ടെന്ന് മനസ്സിലാവും. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. സോ ഇങ്ങനെ നമുക്ക് ഒരു ഇങ്ങനത്തെ ഈ എന്താ പറയാ ടൂൾസ് ഉണ്ട്. പവർ BI, കോഗ്നോസ്, ക്ലിക്ക് സെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടൂൾസ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് ഈ ടൈപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ തരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ UI ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു എന്താ പറയാ UI പ്ലാറ്റ്ഫോം, നമുക്കൊരു വെബ്സൈറ്റ്, അവിടെ നമ്മൾ ഇങ്ങനത്തെ ഗ്രാഫ് ചാർട്ടും ബാർ ചാർട്ടും ഒക്കെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയും കൊടുക്കാം. റിയൽ ടൈം ഡേറ്റ അനാലിസിസ്, അതായത് ഡേറ്റ വരുന്ന ഉടനെ നമ്മുടെ UI ഇങ്ങനെ കാണിക്കുന്നു. ഓക്കെ, ഇങ്ങനെ കുറഞ്ഞു കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നു. അങ്ങനെയും ചെയ്യുന്ന കമ്പനികളുണ്ട്. അങ്ങനത്തെ ഒരു കമ്പനിയായിരുന്നു പ്രീവിയസ്ലി എൻ്റെ. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ അതല്ലാതെ ദീസ് ആർ ദ മേജർ തിങ്സ് വിഷ്വലൈസേഷന് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പൊ കമ്പനിയുടെ ചിലപ്പോൾ വല്ല മെയിൻ CEO അല്ലെങ്കിൽ CTO ടൈപ്പ് ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ് ഹെഡ് ഒക്കെ ആയിരിക്കും ഇത് നോക്കുന്നുണ്ട്. അവർക്ക് ഇത് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും തിരിയുന്നില്ലെങ്കിലും അവർക്ക് അവരുടെ ബിസിനസ് കാണുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, നമുക്കൊരു നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഓക്കെ ദിസ് ഇസ് മൈ ഹാൻഡ് റൈറ്റിംഗ് എന്ന് മനസ്സിലാവില്ല. അതേപോലെ തന്നെ അവർക്ക് അവരുടെ ബിസിനസ്സിലെ സാധനങ്ങൾ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർക്ക് ഓക്കെ ഇത് നമുക്ക് ഇന്ന കാര്യം ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ ആക്ഷൻ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂൾസ് ആണ് ഈ പറഞ്ഞ പവർ BI, കോഗ്നോസ്, ക്ലിക്ക് സെൻസ് എന്നൊക്കെ പറയുന്നത്. Okay, anyway, so that's all about the tools which you use in marketing analytics. So yeah, I thought of telling you a case study. ഞാൻ പണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ ഒരുപാട് എന്താ പറയാ ഡിജിറ്റലി ഹൈലി സ്പെൻഡ് ചെയ്യുന്ന ക്ലയൻസ് നമുക്കുണ്ടായിരുന്നു. അപ്പം അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്ത റിസൾട്ട് വെച്ചിട്ട്, നമ്മൾ കൊടുത്ത ഇന്റലിജന്റ് ഇൻഫർമേഷൻസ് വെച്ചിട്ട് അവർക്ക് അവരുടെ എന്താ പറയാ അവരുടെ ബഡ്ജറ്റിന്റെ കോസ്റ്റ്, ആനുവൽ ബഡ്ജറ്റിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്ലയൻസ് നമുക്കുണ്ടായിരുന്നു. സോ അവരൊക്കെ അവര് അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇപ്പൊ ഇത് ജസ്റ്റ് ഇമാജിൻ ദിസ് ഇസ് എ കേസ് സ്റ്റഡി. ഞാൻ പെപ്സി കമ്പനിയുടെ ഡേറ്റ അനാലിസിസ് ആണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഐ ലുക്ക് അറ്റ് പെപ്സീസ് ഡേറ്റ. എന്നിട്ട് ഞാൻ നോക്കും അവർക്ക് എത്ര കൺവേർഷൻ വന്നു, എത്ര ക്ലിക്കാണ് അവർക്ക് കിട്ടിയത്, എത്ര ക്ലിക്കിൽ നിന്നാണ് ഇത്രയും കൺവേർഷൻ വന്നത്, എത്ര ഇംപ്രഷൻ കാണിച്ചിട്ടാണ് ഇത്ര ക്ലിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഇതിപ്പോ ഒരു വർഷം ഞാൻ ഒരു 5 വർഷത്തേക്കുള്ള ഡേറ്റ എന്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആദ്യത്തെ ഇപ്പൊ 2015 തുടങ്ങിയുള്ള ഡേറ്റ എന്റെ കയ്യിലുണ്ട്. അപ്പൊ 2015 തുടങ്ങി 2016 ആ ഒരു വർഷത്തെ ഡേറ്റ ഞാൻ പഠിച്ചു. എന്നിട്ട് ഈ 2016 എന്റെ ആയപ്പോ ഞാൻ പറയാണ്, ഓക്കെ നിങ്ങൾ ഇത്രയും ഡേറ്റ പഠിച്ചത് വെച്ചിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഇത്രയും രൂപ ഇനി സ്പെൻഡ് ചെയ്താൽ മതി, ഇന്ന ക്യാമ്പയിനുകൾ സ്പെൻഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ കിട്ടുന്ന റിസൾട്ട് തന്നെ അപ്പോഴും കിട്ടും. ഓക്കെ, ഇത്രയും കോസ്റ്റ് ആകത്തില്ല എന്ന് നമ്മൾക്ക് പറയാം. ആ ഒരു എന്താ പറയാ ആ ഒരു കോൺവെർസേഷൻ അതാണ് അവർക്ക് ശരിക്കും വേണ്ടിയത്. അപ്പം എന്താ പറയാ ഈ വലിയ വലിയ കമ്പനീസ് ഒക്കെ അവർക്ക് ഇങ്ങനത്തെയുള്ള ഇൻഫർമേഷൻ, ഇത്ര കൺവേർഷൻ ആണ് അവർക്ക് വന്നത്, ഇത്ര ക്ലിക്സ് കിട്ടി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ ഈ ഗൂഗിളിൽ മാത്രമാണ് അവർ ആഡ് ചെയ്യുന്നത്. അല്ല, പല പ്ലാറ്റ്ഫോംസിലെയും ഡേറ്റ കിട്ടും നമുക്ക്. ഗൂഗിളിന്റെ ഡേറ്റ കിട്ടും, പിന്നെ ഫേസ്ബുക്കിന്റെ ഡേറ്റ കിട്ടും. പിന്നെ ഇനി ഇതൊന്നുമല്ല, അവരുടെ ബ്രാൻഡ് അവയർനെസ്സിന്ന് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഡേറ്റ കിട്ടും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞാനിവിടെ
ഞാനിപ്പം എന്താ പറയാ, ഞാൻ ടൈപ്പ് ചെയ്യാണ് ലൈക്ക് ഓക്കെ ഐ വോണ്ട് ടു ബൈ നൈക്കി ഷൂസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഡയറക്റ്റ് നൈക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് അടിച്ച് ഞാൻ കയറാണ് ഇവിടെ. അപ്പൊ ഇതിൽ നിന്ന് ആഡ് സെർവറിനെ മനസ്സിലായിട്ടാണ് ഞാൻ ഡയറക്റ്റ് സൈറ്റിൽ പോയാണ് നോക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ബ്രാൻഡ് അവയർനെസ് ചെയ്യുന്ന അവർക്ക് എത്ര ഡേറ്റ കിട്ടി, എന്തോരം കൺവേർഷൻസ് വന്നു, ഇങ്ങനെ ശരിക്കും ഈ നൈക്കി ഈ ബ്രാൻഡ് അടിച്ചു കയറുന്ന ഒരാള് ശരിക്കും ആ ബ്രാൻഡിന്റെ വാല്യൂ അറിഞ്ഞുകൊണ്ട് വരുന്നത്. സോ ദേ ആർ മോസ്റ്റ് ലൈക്ലി ടു ഗോ ആൻഡ് ബൈ എ നൈക്കി ഷൂ വെൻ ദേ ഗോ ഫോർ എ ബ്രാൻഡ്. ഓക്കെ, സോ ദിസ് ഇസ് ദി അസംഷൻ. അപ്പം ബ്രാൻഡ് അവയർനെസ് ചെയ്യുന്നവർക്ക് എന്തോരം ഇങ്ങനെ ഈ ഡയറക്റ്റ് ഇങ്ങനെ വന്ന എത്ര കൺവേർഷൻ വന്നു എന്നുള്ളതിന്റെ ഒക്കെ കംപ്ലീറ്റ് ട്രാക്കിംഗ് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇനി ഈ ഗൂഗിള് മാത്രമൊന്നല്ല, പല ചാനൽസിൽ നിന്ന്, പല ചാനൽ എന്ന് ഉദ്ദേശിക്കുന്നത് സെർച്ച് ആണോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ക്യാമ്പയിനുകളിൽ നിന്നാണോ, പലതരം ക്യാമ്പയിൻസ് ഉണ്ട്. ഡിസ്പ്ലേ ക്യാമ്പയിൻസ് ഉണ്ട്, സെർച്ച് ക്യാമ്പയിൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ഉണ്ട്. അപ്പൊ പലതരം ചാനലുകളുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ചാനൽ എന്ന് പറയുന്നത് അതാ, സെർച്ച് ആണോ ഡിസ്പ്ലേ ആണോ, അങ്ങനെ ഓഫ്ലൈൻ ഡേറ്റ, അതായത് റേഡിയോ പരസ്യം കണ്ടിട്ടാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാം ഇവിടെ നമ്മൾ ക്ലബ് ചെയ്ത് നമ്മൾ ടുഗദർ ആയിട്ട് നമ്മളൊരു റിസൾട്ട് അവരോട് പറയും. ലൈക്ക് ഓക്കെ നിങ്ങൾക്ക് സെർച്ചിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യണം കേട്ടോ, ഡിസ്പ്ലേ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇൻകം കുറച്ച് കൺവേർഷൻ കുറവായിരുന്നു എന്നൊക്കെ നമുക്ക് അവരോട് പറയാൻ പറ്റും. ക്യാമ്പയിൻ, എന്ത് ക്യാമ്പയിനിൽ നിന്നാണ് അവർക്ക് ബെസ്റ്റ് റിസൾട്ട് വന്നത്, ആ ക്യാമ്പയിൻ ഏത് റീജിയനിലൊക്കെ ഓടി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്ലേസ്മെന്റ്, ഏത് പ്ലേസ്മെന്റ് ആണ് ഏറ്റവും നല്ലോണം ആൾക്കാരെ ക്ലിക്കായത്. നമുക്കറിയാം ചില പ്ലേസ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നത്തില്ല. അതേസമയം ചില പ്ലേസ്മെന്റുകൾ അല്ലെങ്കിൽ ചില ആഡുകൾ, പ്ലേസ്മെന്റ് ഉദ്ദേശിക്കുന്നത് ആഡ് കേട്ടോ, ആ ആഡ് കാണുമ്പോൾ അതിന്റെ ഭംഗി കൊണ്ട് നമ്മൾ പോയി ക്ലിക്ക് ചെയ്യും. അപ്പൊ ചിലപ്പോൾ ആ ഭംഗിയായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഫീച്ചർ. അപ്പൊ ആ പ്ലേസ്മെന്റ് ഒന്നും കൂടി ഓടിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ജോഗ്രഫിക് റീജിയൻ. ഓക്കെ, ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഇത്രയും പേര് ഈ ഇന്ന കീവേഡ് അടിച്ചു തന്നെ കൺവേർഷൻ നടത്തി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യാൻ പോകണ്ട, കാരണം അവിടെ ആൾക്കാർക്ക് നിങ്ങളുടെ ബ്രാൻഡിനോട് അത്ര വലിയ താല്പര്യം ഇല്ല. നിങ്ങൾ ഇനി US മാത്രം നോക്കിയാൽ മതി, അവിടുത്തെ മാർക്കറ്റിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്സെപ്റ്റൻസ് ഉള്ളത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഏജ്, ഓക്കെ, ഏജ് ഒരു വലിയ ഫാക്ടറാണ്. കാരണം നമ്മളൊരു ആഡ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിനെ കാണിക്കുന്നു എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, ലൈക്ക് വെൻ വി ഹാവ് a construction company, I go and display my ad to people for 15 to 20 years. ഓക്കെ, 15 to 20 years അവർ ആ പ്രോഡക്റ്റ് 1 കോടി രൂപയും കൊടുത്ത് ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് ഒന്നും വാങ്ങിക്കാൻ അവർ പോകത്തില്ല. സോ ഏജ് ഒരു വെരി ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമുക്കപ്പം ആ ക്യാമ്പയിൻ ആരെ കാണിച്ചാൽ മതി, ഒരു 40 അബവ് ഏജ് അല്ലെങ്കിൽ 30 അബവ് ഏജ് ഉള്ള ആൾക്കാരെ, ജോലിയുള്ള ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി എന്നുള്ള ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, പീരിയോഡിക് ടൈം ഉദ്ദേശിക്കുന്നത് ഇന്ന വർഷം ഇത്ര കൺവേർഷൻ വന്നു, ഇന്ന വർഷം ഇന്ന ക്യാമ്പയിനിൽ നിന്ന്, ഇന്ന ചാനലിൽ നിന്ന്, ഇന്ന പ്ലേസ്മെന്റ് വഴി ഇത്രയും കൺവേർഷൻ വന്നു. 2022 ആയപ്പോ ഇത് ഇത്രയും കുറഞ്ഞു, ഇത്രയും പെർസെന്റേജ് വെച്ചത് കുറഞ്ഞു. ഇങ്ങനെ അങ്ങടും ഇങ്ങടും ഉള്ള ഫുൾ കൈൻഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് നമ്മള് ഒരു കമ്പനിക്ക് വേണ്ടി അറ്റ് ദി എൻഡ് ഓഫ് നമ്മുടെ ഡേ നമ്മൾ കൊടുക്കുന്ന ഇൻസൈറ്റ്. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് കിട്ടിയിട്ട് വേണം അവർക്ക് അവരുടെ ആഡും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പുതിയത് തീരുമാനിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അവർക്ക് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് 100 rupees ചെയ്യാൻ പറ്റുക എന്നുള്ള ഡിസിഷനിലേക്ക് അവരെത്തുന്നത് നമ്മളുടെ ഈ കിട്ടുന്ന ഇൻസൈറ്റ്സ് വെച്ചിട്ടാണ്. സോ നിങ്ങളിപ്പോ ചോദിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടോ? As long as digital marketing is there, data analytics is going to be there, or marketing analytics is definitely going to be there. കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ പൈസ ചെലവാക്കുന്നതിന് ഒരു എന്താ പറയാ, ഒരു പ്രോപ്പർ യൂട്ടിലൈസേഷൻ വരത്തില്ല. It will be spent here and there without any cost or use. So അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഈ അനാലിസിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ്സ് ദ റീസൺ വൈ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകളും അവർ ഡേറ്റ അനാലിസിസും ചെയ്യുന്നുണ്ട്. Without data analysis, they are not ready to go for digital spending on these kind of ads and all that. So it's very very important. Digital marketing is important. Avadana namukku data kittunnathu, and the analysis is equally important. Okay, so that was what I was intending to tell you. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. This is all from my 10 years of experience. ഞാൻ 10 years ആയിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗും ചെയ്തിട്ടുണ്ട്,
And prior to that, ഞാൻ അനാലിസിസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഓക്കെ നിങ്ങൾക്ക് അടുത്ത മാസം അല്ലെങ്കിൽ പ്രഡിക്ഷൻ, മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആൽഗോരിതം വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ, നിങ്ങൾ അടുത്ത മാസം ഇന്ന ക്യാമ്പയിനിൽ ഇത്രയും രൂപ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര കിട്ടും എന്നുള്ള പ്രഡിക്ഷൻ ആൽഗോരിതംസ് വരെ നമുക്കുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ടാണ് അവര് കമ്പനിയുടെ ബിസിനസ് ഹെഡുകൾ അവർ തീരുമാനിക്കുന്നു, ഓക്കെ നമുക്ക് ഇന്നത് ചെയ്യാം. അത്രയും ആക്യുറേറ്റ് ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് അങ്ങനത്തെ ഒക്കെ മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെയും ഉണ്ട്. ദേ ഹെൽപ്പ് യു ആൻഡ് ദേ ആർ ദെയർ ടു ഗൈഡ് യു where you have to properly spend your ad money. So that's the sole intention of having these data analysis happening side by your digital marketing. Okay, so ഞാനിങ്ങനെ കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞു. I think I have not bored you. ഞാൻ ഒരു എന്താ പറയാ റിയൽ കേസ് സിനാരിയോസ് എടുത്ത് പറയാൻ കാരണം അതായിരുന്നു. ലൈക്ക് you can think and you can relate things that will help you. നിങ്ങൾക്കിത് പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിനോടൊപ്പം ഈ അനാലിസിസും കൂടെ അറിഞ്ഞാൽ ഭയങ്കര സ്കോപ്പാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, അത്രയ്ക്കും സ്കോപ്പാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എല്ലാ കമ്പനീസിലും ഈ അനാലിസിസ് ഉണ്ട്. ഈവൻ ഗൂഗിൾ അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ എന്നൊക്കെ നീൽസൺ എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പാണ്, വേൾഡിലെ തന്നെ ടോപ്പാണ്. ഭയങ്കര ഹൈലി പെയ്ഡ് ജോബ്സ് ആണ് അതൊക്കെ. സോ those people who ഇത് ഭയങ്കര ഡിമാൻഡ് ആണ്. ഇഫ് യു നോ ബോത്ത്, ഇതൊരു റെയർ കോമ്പിനേഷൻ ആണ്. ഫസ്റ്റ് തിങ്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് അതിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് റെയർ കോമ്പിനേഷൻ. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അവർക്ക് അറിയില്ല. ലൈക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഡേറ്റ അനാലിസിസ് അറിയാതെ വെറുതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. സോ ആക്ച്വലി ഇത് രണ്ടും അറിയുന്ന ആൾക്കാര് they're highly in demand in the industry, highly paid jobs ആണ്. This is from my experience. But you can take it blindly. So yeah, so if you are doing your digital marketing, also try to analyze your data. നിങ്ങൾ തന്നെ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിലരൊക്കെ ഡിജിറ്റലി സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കാം, മേ ബി യുവർ വെബ്സൈറ്റ് ഓണേഴ്സ് ഓർ സംതിങ്. അപ്പൊ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങളെ ശരിക്കും അത് വർത്തായോ, ആ സ്പെൻഡ് ചെയ്ത മണി നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയോ എന്നുള്ളതൊക്കെ നമ്മൾ അതിന്റെ ഡേറ്റ എടുത്ത് അനലൈസ് ചെയ്ത് നോക്കണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. So that was the point I wanted to emphasize all this time. So yeah, I hope you had a nice session.